ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിലി ടൂർ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മള് രാത്രി വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ രാവിലെ നേരം വിളിക്കാൻ വൈകി എന്ന് പറയുന്നത് നമ്മൾ എണീക്കാൻ വൈകി കേട്ടോ. അപ്പം നേരം വെളുത്തപ്പം ആകെ വൈകിയെന്നൊക്കെ അറിഞ്ഞപ്പോഴുള്ളൊരു തിരക്ക് പിടിച്ചൊരു ഡേ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്താ വെച്ചാൽ കുറേ ഡ്രസ്സ് അലക്കാണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടൂർ പോണ അന്ന് അലക്കിയിട്ടില്ല, വേസാരോടും പറയരുത്. അങ്ങനെ നമ്മൾ അന്ന് അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഡ്രസ്സുകളും ഉണ്ട്. പിന്നെ നമ്മള് കടലിൽ കുത്തിമറിഞ്ഞതും എന്താ പറയാ നമ്മുടെ ടൂറിന് പോകുമ്പോൾ ഇട്ടതും അവിടുന്ന് മാറ്റിയതൊക്കെ ആയിട്ട് കുറേ ഡ്രസ്സുകളുണ്ട്. അപ്പൊ നമ്മളെ കടലിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മണലൊക്കെ പെറുക്കിയിട്ടാണ് മക്കളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഡ്രസ്സൊക്കെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മണലുള്ളത് വേറെ മാറ്റി വെച്ചു, പുതിയത് വേറെ മാറ്റി വെച്ചു, കളറ് ഇളകുന്നത് വേറെ, അങ്ങനെയൊക്കെ ആയിട്ട് സോപ്പ് പൊടിയിൽ താത്തി വെക്കാണ് കേട്ടോ. അപ്പൊ ഈ സോപ്പ് പൊടി കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ കളറ് ഫെയ്ഡ് ആവും ഡ്രസ്സിന്റെ എന്ന് പറയണേക്കാം. ഞാനെപ്പോഴും നല്ല വശം നേരെ ആക്കിയിട്ടാണ് കേട്ടോ സോപ്പ് പൊടിയിൽ താഴ്ത്തി വെക്കാറ്. കാരണം എന്താ വെച്ചാൽ നല്ല സൈഡിലാവുമല്ലോ ചളിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെ ഇടാം. പക്ഷെ എല്ലാവരും പറയും നമ്മളിങ്ങനെ പുറം മറിച്ചിട്ട് ചീത്ത വശം പുറത്താക്കിയിട്ട് വേണം ഇടാനെന്നൊക്കെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സോപ്പും പൊടി ഇടുക എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ സർഫ് എക്സൽ അതേപോലെ തന്നെ സൺലൈറ്റ് അങ്ങനത്തെ സോപ്പ് പൊടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. നല്ലതാണ്, നല്ല എന്താ പറയുക ഗുണം ഉള്ള സാധനമാണ്. പിന്നെ സോപ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് കേടുവരും എന്നൊക്കെ പറയും, എനിക്കറിയില്ല. എന്തായാലും നമ്മളെ കടപ്പുറത്ത് വിരിച്ച ബെഡ്ഷീറ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാതും നമ്മൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് താത്തി വെക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചായന്റെ കടിയൊക്കെ ഉണ്ടാക്കി വെക്കണം. പിന്നെ കുറേ ചെരുപ്പുകളൊക്കെ കഴുകാനുണ്ട്, ഷൂസും സാധാ ചെരുപ്പൊക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇസുവിൻ്റെയാണ് കുറേ ഉള്ളത്. കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട് നമുക്ക് എത്ര ശ്രദ്ധിച്ചാലും എൻ്റെ ഡ്രസ്സ് കുറേ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ 2 എക്സ്ട്രാ എടുക്കണമല്ലോ, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സോപ്പ് പൊടി താത്തലും ചെരുപ്പുഴകളും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ കുറച്ച് ബിസി ആയിരുന്നു. അപ്പം എന്താ പറയാ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു കല്യാണം ഉണ്ട്, അപ്പൊ അതിന് പോകണം. അപ്പം നമുക്ക് ഉച്ചക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, രാവിലെ എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കാന്നൊക്കെ ഒരു പ്ലാനിലാണ്. പിന്നെ മദ്രസ ഉണ്ടായിരുന്നു. അപ്പം എന്തോ ഭാഗ്യത്തിന് മദ്രസ ഒന്നും പോയില്ല കേട്ടോ. അപ്പോഴേക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റിട്ട് പെട്ടെന്ന് ഓനക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓനെ ഒന്ന് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ ഈ കലാപരിപാടികൾക്കൊക്കെ നിന്നത്. മദ്രസ നമ്മൾ ടൂർ പോണ അന്നും ലീവാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മദ്രസ വിട്ടു വന്നിട്ടാണ് നമ്മൾ പോയത്. ഇവിടെ എല്ലാവരും മദ്രസ ലീവാക്കണതിന് കുറച്ച് പിന്നാക്കാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ആദ്യം കുറച്ച് കട്ടനാണ് വെക്കണത്. ഞാൻ സയാന് വേണ്ടിയിട്ട് കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. കുറച്ച് ഉണ്ടാക്കിയുള്ളൂ പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കുള്ളതാണ് കേട്ടോ, ഞാനും ഇസുവും ആർഷാക്കും. പിന്നെ നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ കുറേ പാത്രം കഴുകാണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ നൈറ്റ് ഒരു ടൂറൊക്കെ കഴിഞ്ഞ് വന്നപ്പം എന്താ പറയാ ഒരു 12 മണിയായിട്ടുണ്ടാവും കേട്ടോ വീട്ടിലെത്തിയപ്പം. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോൾ എല്ലാവരും കുളിപ്പിച്ചു. കാരണം ഫുള്ള് മണലും ഫ്രൂട്ടിയുടെ ഒരു ഒട്ടലും മിഠായിന്റെ ഒട്ടലും സ്നാക്സിന്റെ പൊടിപടലങ്ങളും ഒക്കെ ആയിട്ട് ആകെ പ്രശ്നം. പിന്നെ ഇസും സയാനൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് വേഗം എന്ത് ചെയ്തു, ഗ്യാസിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് എല്ലാവരും കുളിച്ചിട്ടോ. ഞാൻ അർഷാക്കും ഇസും സയാനൊക്കെ കുളിച്ചു. എന്നിട്ട് നമ്മൾ പൊറോട്ടയും ചിക്കൻ മസാലയും പിന്നെ കുറച്ച് കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മള് കിടന്നപ്പോഴേക്കും ഒരുപാട് സമയമായി. അപ്പൊ നമുക്ക് എന്തിന് പറ്റിയില്ല എന്നാണ് ഈ പറഞ്ഞു തരുന്നത് വെച്ചാല് പാത്രം ഒന്നും കഴുകാൻ പറ്റിയില്ല. അങ്ങനെ കൊടുന്ന് സിങ്കിലിട്ട് തട്ടി ഞാൻ ലൈറ്റൊക്കെ കിടത്തി പോയി കിടന്നിട്ട് ഉറക്കം വന്നിട്ട് ഇങ്ങോട്ട് ആകെ നമുക്ക് ഈ യാത്രാക്ഷീണം, രാവിലെ നമ്മൾ പോയതല്ലേ പിന്നെ രാത്രി വരണം. അപ്പം നന്നായിട്ട് യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാത്രങ്ങളൊന്നും കഴുകാൻ വേണ്ടി നിന്നിട്ടില്ല, അങ്ങനെ സിങ്കിലിട്ട് പോയി കിടക്കുക ചെയ്തത്. പക്ഷെ നമ്മളിങ്ങനെ കിടക്കാൻ പാടില്ല എന്നാട്ടോ പറയാ. എല്ലാം അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം കിടക്കാൻ. ഇതുവരെ ഞാൻ പാത്രമൊന്നും കഴുകാതെ കിടന്നിട്ടില്ല. നമുക്കൊരു സ്വൈര്യക്കേടാണ്. കിടക്കുന്ന കിടപ്പിൽ മരിച്ചു പോയാൽ ആകെ പ്രശ്നമായിരിക്കും. അപ്പൊ നമ്മുടെ വീടൊക്കെ അലമ്പായി കിടക്കും, പുറത്തുള്ളവരൊക്കെ വന്ന് കൈകാര്യം ചെയ്യും കേട്ടോ, അങ്ങനെ എനിക്ക് തോന്നും. അങ്ങനെ ഞാൻ എപ്പോഴും പാത്രമൊക്കെ കഴുകി വെക്കാറുണ്ട്. അപ്പൊ ഇന്നലെ അതിന് പറ്റിയില്ല. അപ്പൊ രാവിലെ തന്നെ എണീറ്റിട്ട് ആദ്യം ഇത് കഴുകണം എന്നാട്ടോ വിചാരിച്ചു. പിന്നെയാണ് സോപ്പ് പൊടിയിൽ ഇട്ടിട്ട് കഴുകാന്നിരുന്നത്. അങ്ങനെ പ്ലാനുകൾ ഇങ്ങനെ മാറി മറിഞ്ഞതുകൊണ്ട് ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ നമ്മളതൊക്കെ കഴുകിയെടുത്തൊക്കെയാണ്. പിന്നെ നമ്മൾ രാവിലെ ടൂർ പോകണമെന്ന് രാവിലെ ഞാൻ പച്ചരി വെച്ചിട്ടൊരു നെയ്ച്ചോറ് പോലൊരു സംഭവം ഉണ്ടാക്കി. പിന്നെ ചിക്കൻ പൊരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ചോറും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ രാത്രി അതും കഴിച്ചു വന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ എന്താ പറയാ സംഭവങ്ങളൊക്കെ ഒരു പ്രശ്നമില്ലാതെ നടന്നിട്ടുണ്ടായിരുന്നു. ടൂർ അടിപൊളിയാണ്. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോ അതാണ്, ഫാമിലി ട്രിപ്പ് വ്ളോഗായിരുന്നു. അപ്പം അതിന്റെ കമന്റ് ബോക്സ് ഓഫ് ആണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചോദിക്കേണ്ട എന്താ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടുന്നതെന്ന്. ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടല്ല, കുട്ടികളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് കമന്റ് ബോക്സ് തന്നെ ഓഫായി പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ എന്താ പറയുക വീഡിയോന്റെ കമന്റ് ഒക്കെ അതിന്റെ താഴെ ഇടണേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആരൊക്കെ കണ്ടു എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എന്താ പറയാ അതായിരുന്നു നമ്മുടെ ഒരു
ട്രിപ്പ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചായ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കാൻ വേണ്ടി തിരിഞ്ഞു. നമ്മുടെ ഗ്യാസും അതേപോലെ തന്നെ സിങ്കും അടുപ്പും ഒക്കെ ഓരോരുത്താണ് കേട്ടോ. ഒരു കുട്ടി അടുക്കളയാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ പറ്റുമേ. അപ്പോൾ ഗ്യാസിൽ അടുപ്പിലൊക്കെ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പാത്രമൊക്കെ കഴുകാം. അടുത്താണ്, വലിയ ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓട്ടോറിക്ഷനെ വിളിക്കാതെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അങ്ങനെ നമ്മൾ ചായ കേട്ടോ, കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം ചായ വേസ്റ്റ് ആവണുണ്ട്. ഇപ്പോൾ ആരും അങ്ങനെ കുടിക്കൂല. പിന്നെ ഞാൻ ചായ വെക്കലൊക്കെ കുറച്ചിട്ടോ നിർത്തി. ചായയൊക്കെ ഭയങ്കര ഹെൽത്തിന് കേടാണെന്നൊക്കെ അറിഞ്ഞു ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ. അങ്ങനെ നമ്മൾ വീണ്ടും പാത്രമൊക്കെ കഴുകിയെടുക്കാൻ കേട്ടോ, കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഇക്കണ്ട പണികളൊക്കെ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് ചായക്ക് കടി ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഇന്നലത്തെ പൊറോട്ട ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ആവി കയറ്റി ഫ്രഷ് ആക്കി എടുക്കാന്ന്. പിന്നെ നമ്മുടെ കറി ഉണ്ടായിരുന്നു, ചിക്കൻ്റെ ഗ്രേവി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ ഞാനൊരു ഗ്ലാസ് ചായ എടുത്തിട്ടിരുന്ന് കുടിക്കാൻ കേട്ടോ. ചായക്ക് നമുക്ക് ഉണ്ണിയപ്പമാണ്, നമ്മൾ ഇന്നലെ ടൂറിന് കൊണ്ടുപോയി ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്നാക്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബസ്സിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഛർദ്ദിക്കും എന്നുള്ള പേടി കാരണം സ്നാക്സ് ഒന്നും വല്ലാതെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉണ്ണിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്റെ കൈ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിയപ്പം കണ്ടിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു വിമ്മിഷ്ടമാണ്, ഭയങ്കര സങ്കടമാണ് കേട്ടോ. എനിക്ക് അത്രക്കും ഇഷ്ടമാണ് ഉണ്ണിയപ്പം. അപ്പം ഉണ്ണിയപ്പം മേമ ഉണ്ടാക്കിയതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട്, തേങ്ങ ചിരവിട അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അപ്പം ഉണ്ണിയപ്പം കഴിച്ചു. 3 ഉണ്ടായിരുന്നു, 3 ഞാൻ രാവിലെ തന്നെ അകത്താക്കി. ഇനിയിപ്പം ഈ പൊറോട്ട കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഹർഷാക്കും അത് കഴിക്കാന്ന് വിചാരിക്കണേ. കുട്ടികൾക്ക് ഞാൻ മാഗി എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിക്കണം. പിന്നെ ഉച്ചയ്ക്ക് കല്യാണം ഉണ്ടല്ലോ, അപ്പൊ ഒരു തട്ടിക്കൂട്ട് ഓക്കെ. അപ്പൊ കുറച്ച് മടിയായിട്ടോ, യാത്രാ ക്ഷീണവും പിന്നെ വന്നിട്ടുള്ള പണിയും ആകെ കൂടെ ഒരു ടൂറൊക്കെ നല്ലതാണ്, അടിപൊളിയാണ്. പക്ഷെ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയാ, ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും അർഷാക്കും കൂടെ കഴിക്കാന്നുണ്ട്. അർഷാക്കുനെ കുറേ വിളിച്ചിട്ട്, അർഷാക്കു രാവിലെ എണീറ്റാലും ഉമ്മാൻ്റെ അടുത്തൊക്കെ ഉപ്പാൻ്റെ അടുത്തൊക്കെ പോകും. താഴത്തേക്കൊക്കെ പോയിട്ട് അവിടെയൊക്കെ കേട്ടോ ബാത്റൂമൊക്കെ പോകും. അവിടുത്തെ ബാത്റൂമൊന്നും ആൾക്ക് ഇഷ്ടമല്ല, എന്താണെന്ന് എനിക്കറിയില്ല, സൈക്കോ ആണ് കേസ്. അങ്ങനെ അർഷാക്കുനെ വിളിച്ചിട്ട് ഞാൻ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. നമുക്കിത് കഴിഞ്ഞിട്ട് അലക്കാൻ പോകണം. എൻ്റെ മനസ്സ് ഫുള്ള് ഡ്രസ്സുകളാണ് കേട്ടോ, ഫുള്ള് അലക്കി ഉണങ്ങി മടക്കി വെച്ചാലേ എനിക്ക് സമാധാനമാവുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അർഷാക്ക് കയറി വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ്. 3 4 പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ, 3 തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 50-50 ആക്കിയിട്ട് കഴിച്ചത്. അപ്പോൾ അർഷാക്കുവിന് 1 മതിയാറിട്ട് ഞാൻ പൊട്ടിച്ചിട്ട പൊട്ടൊക്കെ എനിക്ക് തന്നെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ആവി കയറ്റെടുത്തോണ്ട് ഒരു ഫ്രഷ് ലുക്കും ഫ്രഷ് ടേസ്റ്റൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ട് പെട്ടെന്ന് ചായയൊക്കെ കുടിച്ചു. അർഷാക്കുൽ ഇന്ന് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ വർക്കിന്റെ ഇടയിൽ നാളെ കല്യാണത്തിനൊക്കെ വരാന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ പണികളും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ തിരുമ്പി ഉണക്കി ഒക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പൈനാപ്പിളൊക്കെ നുറുക്കിയിട്ടൊരു എരിവും പുളിയും മധുരവും ഉള്ളൊരു വെള്ളമായിരുന്നു. കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരോടും കണ്ടു സംസാരിച്ചു. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ അർഷാക്ക് കഴിക്കാൻ വേണ്ടി വന്നു. പിന്നെ വലിയാക്കിയും സുൽഫിത്താട്ടയൊക്കെ വന്നു കേട്ടോ. സുൽഫിത്താത്ത എന്ന് പറയുന്നത് എൻ്റെ മുത്തച്ഛയാണ് കേട്ടോ. ഞാൻ ഇതുവരെ പേരൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ വ്ളോഗിൽ. അങ്ങനെ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് സുർബിയാനും ബീഫ് ബിരിയാണി ആയിരുന്നു. ഞാൻ കുറച്ച് സുർബിയാൻ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മേലെ വന്ന് കുറച്ചു നേരം അവിടെ സ്റ്റക്കായി. കുട്ടികൾ അവിടെ നിന്ന് കുറച്ച് പൂവും ബലൂണൊക്കെ പറിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോയി. അവിടെ എത്തിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടോ. കാരണം എന്താ വെച്ചാൽ മദ്രസിലെ റേഞ്ച് ആയതുകൊണ്ട് മദ്രസ ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിൽ നമ്മുടെ എന്താ പറയാ പൊങ്കലായതുകൊണ്ട് ലീവായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഭയങ്കരമായിട്ടുള്ള ചൂല് ചീന്തലാണ്. അപ്പൊ നമ്മുടെ അയൽവാസിയായ ചേച്ചിയും ചേച്ചിയുടെ മകളും ഉണ്ട്. ജയനൊക്കെ ഉറക്കം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്ട്. ഇതൊക്കെ ഷെഡിൽ ഇങ്ങനെ വെല്ലസാണ്. പിന്നെ ഞാൻ കുറച്ച് കണ്ണിമാങ്ങ ഉണ്ടായിരുന്നു, അതിന്റെ കുറച്ച് ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് തിരുമ്മി അത് കുറച്ചൊക്കെ കടിച്ച് പറിച്ച് തിന്നു കേട്ടോ. കഴിയാനായപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ബോധം വന്നത്. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കണ്ണിമാങ്ങയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇസു ഒരു 5 രൂപ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ കറി മാന്തലപുരിയായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തിട്ട് ചെക്കന് കൊടുത്തു. അപ്പൊ ഞാൻ ഓനൊറ്റക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് അവനത് ഒറ്റക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാത്രിയാണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പം അതൊന്നും പിറ്റേ ദിവസത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ തിരിച്ചു വരുന്ന കുറച്ച് നമ്മുടെ യാത്രയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അപ്പൊ അതിൽ എല്ലാവർക്കും ടാറ്റാ.